അതായത് ഓവൻ്റെ അകത്ത് ഈ പ്ലേറ്റും ഈ റിങ്ങും എപ്പോഴും ഇതിൻ്റെ അകത്ത് തന്നെ കാണണം. അതായത് ഇത് ബേസ് എന്ന് പറയും. അതായത് എന്ത് ഫുഡ് വെച്ചാലും ഇതിന്റെ പുറത്താണ് നമ്മൾ പ്ലേറ്റിന്റെ അകത്ത് അല്ലെങ്കിൽ എന്തിൻ്റെ അകത്ത് വെക്കുന്നതിലും ഇതിൻ്റെ അകത്ത് തന്നെയാണ് വെക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ ഈ ഓവനെ തന്നെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നത്, നിലവിൽ ഇപ്പോൾ പറഞ്ഞു തരുന്നത് ഇൻഡയറക്റ്റ് കുക്കിംഗ് എന്നുള്ള ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞു തരുന്നത്. ഈ ഇത്ര ഓപ്ഷൻസ്, ഇത് ഡയറക്റ്റ് കുക്കിങ്ങിന്റെ ഓപ്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്ര വളം കിടക്കുന്നത് ഡയറക്റ്റ് കുക്കിങ്ങും ഇത് ഇത്ര പറഞ്ഞു തരുന്നത് ഇൻഡയറക്റ്റ് കുക്കിങ്ങും ആണ്. ഓക്കെ, ഇത് സമയം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ആണ്. ഇതില് ഓവനെ തന്നെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് മൈക്രോവേവ് എന്ന് പറയും. മൈക്രോവേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കുക, വേവിക്കുക, പുഴുങ്ങുക, അങ്ങനെയൊക്കെ വരുന്നതിനാണ് മൈക്രോവേവ് എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് ഗ്രില്ലാണ്. ഗ്രില്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, എന്താണ് മൊരിക്കുക, വറുക്കുക, അങ്ങനത്തെ ഉള്ളവയ്ക്കാണ് ഗ്രില്ല് വരുന്നത്. 3ാമത്തെ പറഞ്ഞാൽ ബേക്കിംഗ്, കേക്ക് ഉണ്ടാക്കുക. ഇങ്ങനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞു തരുന്നത് മൈക്രോവേവ് ആണ്. മൈക്രോവേവിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഗ്ലാസ് രൂപത്തിലെ പാത്രങ്ങൾ, ഏത് ടൈപ്പ് വേണേലും വെക്കാം, ഗ്ലാസ് രൂപത്തിലുള്ള. 2 സെറാമിക് പാത്രങ്ങൾ. സെറാമിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്, വൈറ്റ് കളറിൽ വരുന്നത്. 3 ബോറോസിൽ പാത്രങ്ങൾ. ബോറോസിൽ എന്ന് പറയുന്നത് ഈ ഗ്ലാസ് പോലെ തന്നെ ഇരിക്കും, ഹീറ്റിനെ പ്രതിരോധിക്കുന്ന പാത്രങ്ങളെയാണ് ബോറോസിൽ പാത്രങ്ങൾ എന്ന് പറയുന്നത്. ബോറോസിൽ പാത്രങ്ങൾ വെളിയിൽ അഡീഷണൽ ആയിട്ട് മേടിക്കാൻ കിട്ടും. ഇതേപോലെ തന്നെ ചില്ലിൻ്റെ അകത്ത് വെക്കുന്ന പാത്രങ്ങളല്ല. ഈ 3 പാത്രങ്ങൾ, ഈ ടൈപ്പ് പാത്രങ്ങൾ. പിന്നെ ഉള്ളത് നമുക്ക് ഈ ഫൈബറിന്റെ പാത്രങ്ങളൊക്കെ ചിലതിന് വെക്കാൻ പറ്റും. അത് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടോ മൈക്രോവേവ് സേഫ് അല്ലെങ്കിൽ ഓവന്റെ പടം കാണിച്ചിട്ടുണ്ടോ. ചില സെറാമിക് പാത്രങ്ങളുടെ അടിയിലും അല്ലെങ്കിൽ ഓവന്റെ അകത്ത് വെക്കാൻ പറ്റുന്ന പാത്രങ്ങളുടെ അടിയിൽ ഇങ്ങനെ മൈക്രോവേവ് സേഫ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പാത്രങ്ങൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അത് വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഇതിലാണ്, മൈക്രോവേവിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാത്തതിന് പാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഉള്ളത് ഞാൻ പറഞ്ഞുതരും. ഇപ്പം മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ വേവിക്കുക, അല്ലെങ്കിൽ പുഴുങ്ങുക. ആ കാറ്റഗറിക്ക് പറയുന്നതാണ് മൈക്രോവേവ്. ഇപ്പൊ ചൂടാക്കുക, ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാധനം ചൂടാക്കാനും ഓൾറെഡി ഉണ്ടാക്കിയ വസ്തുവാണ്. അതൊന്ന് ചൂടാക്കണമെങ്കിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് മതി. ഇപ്പൊ അതേ സാധനം തന്നെ വേവിക്കണമെങ്കിലോ അതിൽ കൂടുതൽ ടൈം വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് 3 സ്വിച്ചാണ് മൊത്തം പറഞ്ഞു തരുന്നത് മൈക്രോവേവിന്റെ. 3 സ്വിച്ചിൽ ഏതെടുത്താലും ചൂടാക്കാനോ അല്ലെങ്കിൽ വേവിക്കാനോ അല്ലെങ്കിൽ പുഴുങ്ങാനോ. ഇപ്പൊ വെച്ചിരിക്കുന്ന സാധനം ചൂടാക്കാനാണോ പുഴുങ്ങാനാണോ വേവിക്കാനുള്ളതാണോ എന്നുള്ളത് ചേച്ചിക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഈ 3 സ്വിച്ചിൽ ഏതെടുത്താലും ഈ സെയിം പ്രവർത്തനത്തിനില്ല. ഇപ്പൊ ചൂടാക്കുന്നത് ഇപ്പൊ 1-2 മിനിറ്റ് കൊടുത്തു, അതേ സാധനം തന്നെ വേവിക്കാനോ അല്ലെങ്കിൽ പുഴുങ്ങാനോ ആണെങ്കിൽ അതേ സ്വിച്ച് തന്നെ സമയം കൂടുതൽ കൊടുത്താൽ മനസ്സിലായോ. ഇതിലെ ഏറ്റവും ഫസ്റ്റത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റാർട്ട് ബട്ടൺ തന്നെ. സ്റ്റാർട്ട് ബട്ടണിൽ ഒരു പ്രാവശ്യം നിൽക്കാൻ 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഓവൻ തന്നെ ഓണായി ചൂടാകാൻ തുടങ്ങിക്കോളും. തന്നെ ഓണായി. അതേ സമയത്ത് അതേ നെക്കിക്കൊണ്ട് സമയം കൂട്ടി വെക്കാൻ പറ്റും. മാക്സിമം എത്ര മിനിറ്റ് വരെ വെക്കാൻ പറ്റും? 10 മിനിറ്റ് വരെ വെക്കാൻ പറ്റും. ഇപ്പം ഒന്നെങ്കിൽ ഇതിൽ നെക്കി ചെയ്യാം. ഇപ്പം 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റുള്ള സാധനം വെച്ചു, ഏകദേശം 8 മിനിറ്റ് കൊണ്ട് തിളയ്ക്കോ അല്ലെങ്കിൽ പുഴുങ്ങോ എന്തെങ്കിലും ചെയ്യും. അങ്ങനെയുള്ള വസ്തുവാണ് വെക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഈ സ്വിച്ചിൽ തന്നെ നെക്കി നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ 10 മിനിറ്റ് കൂടുതലൊക്കെ വേണ്ടതാ, അങ്ങനെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ടൈമേ നിൽക്കാം. ഇപ്പൊ ഒരു 20 മിനിറ്റ് വേണം, 2 പ്രാവശ്യം അതേ നിൽക്കാം. ഇപ്പൊ 25 വേണമെങ്കിൽ ഒന്ന് വീതം കൂട്ടുക. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ കൊടുത്താൽ അങ്ങനെ തന്നെ സെയിം ആണ്. ഇത് രണ്ടും സെയിം സ്വിച്ചുകൾ തന്നെയാണ്. 3ാമത്തെ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കുന്ന, അതായത് നമ്മളിപ്പം ഉണ്ടാക്കുന്ന സാധനം പെട്ടെന്ന് വെന്ത് പോകുന്നതാണ്, അല്ലെങ്കിൽ ചൂട് കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പം വേവിക്കാനോ ചൂടാക്കാനോ പുഴുങ്ങാനോ വെച്ചിരിക്കുന്നത് എങ്കിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടി ചൂട് കുറച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മൈക്രോ പവർ ലെവൽ എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. ഇതിൽ ഒരു പ്രാവശ്യം നിൽക്കുമ്പോൾ തന്നെ പി ഹൈ എന്ന് കാണിക്കും. ഇപ്പൊ പി ഹൈ എന്ന് കാണിക്കുമ്പോൾ എന്താണ്, 100% ചൂടാണ്. ഇപ്പം ചേച്ചി വെച്ചിരിക്കുന്നതാണ് പെട്ടെന്ന് വെന്ത് പോകുന്നത്. അപ്പം പി 100 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിൽ താത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പി
100 എന്നുള്ളത് 50-ലോ 60-ലോ അതിൻ്റെ താഴെയോ എത്ര വേണേലും ആക്കിയതിന് ശേഷം എത്രയാണോ ടെമ്പറേച്ചർ വേണ്ട അത്ര ടെമ്പറേച്ചറിൽ താത്തതിന് ശേഷം എത്രയാണോ സമയം വേണ്ട അത്ര സമയം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് മൈക്രോവേവ് എന്ന് പറയുന്ന ഓപ്ഷൻ. എന്ത് ചെയ്യാനുള്ളതാണ്? അതായത് ചൂടാക്കാനോ അല്ലെങ്കിൽ വേവിക്കാനോ അല്ലെങ്കിൽ പുഴുങ്ങാനോ. ഇപ്പൊ വെച്ചിരിക്കുന്ന സാധനം ചൂടാക്കാനാണെങ്കിൽ അല്ലെങ്കിൽ വേവിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പുഴുങ്ങാനാണെങ്കിൽ ഇതേ രീതിയിൽ ഏത് വേണേലും എടുത്താലും ചെയ്യാം. മനസ്സിലായോ? രണ്ടാമത്തത് എന്ന് പറയുന്നത് ഗ്രില്ലാണ്. ഗ്രില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 പാത്രങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് വെക്കാൻ പാടുള്ളൂ. ഗ്രില്ല് ചെയ്യുമ്പോൾ വേറെ അഡീഷണൽ പാത്രങ്ങളൊന്നും ഈ ഗ്രില്ലിന് വെക്കാൻ പറ്റില്ല. ഈ ചെറിയ ടേബിൾ എന്ന് പറയുന്നത് ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ് ചെറിയ ടേബിൾ തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തല്ലേ ഫുള്ള് കയറുള്ളൂ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ പാത്രമാണ്. ഈ ഒന്ന് ടോസ് ചെയ്യുന്നു. രണ്ടാമത്തെ പറഞ്ഞാൽ ഹാഫ് ചിക്കൻ, മീന് എന്നിവ വെക്കാൻ വേണ്ടിയാണ് ഇത്. വലിയ മീനുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് വെക്കണം, ചെറിയ ഇങ്ങനെ നിരത്തി വെക്കാൻ വേണ്ടിയുണ്ട്. ഓക്കെ. മൂന്നാമത്തത് എന്ന് പറയുമ്പോൾ ഈ പ്ലേറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ചാടി പോകുന്ന ചെറിയ സ്മോൾ പീസുകളൊക്കെ ഉണ്ടല്ലോ, കട്ട് പീസുകൾ, അങ്ങനത്തെ ഉള്ള ഇപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് ചാടി പോകുന്ന ചെറിയ പീസുകൾ, അങ്ങനത്തെ പീസുകളാണ് വെക്കുന്നതെങ്കിൽ ഈ പ്ലേറ്റിൽ വെക്കാൻ പറ്റും. ഓക്കെ. ഈ ഇതിൻ്റെ അകത്ത് വെക്കുമ്പോൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ അത് സേഫായിട്ട് നമ്മൾ ചെയ്യണം. അതായത് സേഫായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഗ്രില്ല് വരുന്നത് മേളിലാണ്. അപ്പോൾ നമ്മൾ അറിയാതെ കൊണ്ട് കൈ ഇതിലേക്ക് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊള്ളും. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഓവൻ്റെ അകം ഫുൾ ആദ്യമേ ക്ലീൻ ആക്കണം ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പേ. ഗ്രില്ലിന് മുമ്പേ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രില്ലെ പറ്റി പിടിച്ചിരിക്കുന്നതിൻ്റെ വേസ്റ്റുകൾ പുകയായിട്ട് വെളിയിലോട്ട് തന്നു. അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, കട്ടൊക്കെ ആയിരിക്കും പോകാം. ഓക്കെ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രില്ലിനെ തന്നെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 3 കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കുന്ന സാധനം, അതായത് ഒരു ചിക്കൻ ഫുൾ ചിക്കൻ എടുത്തു, ആ ചിക്കനെ 3 ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? 3 ടേസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് വെളിയിൽ വെച്ച് വേവിച്ചു അകത്ത് വെച്ച് ഗ്രില്ല് മാത്രം ചെയ്താൽ മതി. അതിന് പറയുന്ന പേരാണ് നോർമൽ ഗ്രില്ല്. മനസ്സിലായോ? അതായത് വേവിച്ചിട്ട് അകത്ത് വെച്ച് ഗ്രില്ല് മാത്രം ചെയ്യാം. അതാണ് ഗ്രില്ല് എന്ന് പറയുന്നത്, നോർമൽ ഗ്രില്ല് എന്ന് പറയുന്നത്. 2 എന്ന് പറഞ്ഞാൽ കോംബി 1 എന്ന് പറയും. മനസ്സിലായോ? കോംബി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, അകത്ത് വെച്ച് തന്നെ മസാല എല്ലാം പരട്ടി വേവിക്കാൻ ഫുള്ള് ചെയ്യാൻ പറ്റും. അതായത് കോംബി 1 ഉണ്ട്, കോംബി 2 ഉണ്ട്. കോംബി 1 എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധനം ഇപ്പോൾ മസാല എല്ലാം പരട്ടി വെച്ചു. കോംബി 1 ആണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ എടുക്കുന്നതെങ്കിൽ 75% വേവിക്കുകയും 25% ഗ്രില്ല് ചെയ്യുകയും ചെയ്യും. കോംബി 1 എന്ന് പറയുന്നത്. ഇപ്പോൾ കോംബി 2 ആണ് എടുക്കുന്നതെങ്കിൽ 75% ഗ്രില്ല് ചെയ്യാനും 25% വേവിക്കാനും ഇങ്ങനെ 3 ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിലൊന്ന് വെളിയിൽ വെച്ച് വേവിച്ചു അകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏത് പ്ലേറ്റ് ആണോ വേണ്ടത് ആ പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഗ്രില്ല് ബാർ മൈക്രോവേവ് പ്ലസ് ഗ്രില്ല് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഒരു പ്രാവശ്യം നിൽക്കുക. വെളിയിൽ വെച്ച് വേവിച്ചു അകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഒരു പ്രാവശ്യം ഗ്രില്ലിൽ നിൽക്കുക. അതിനുശേഷം എത്രയാണോ സമയം വേണ്ടത് അത്ര സമയം കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് മാത്രം ചെയ്യുക. ഇതാണ് ഒന്നാമത്തത്. അതിന് പറയുന്നതാണ് നോർമൽ ഗ്രില്ല് എന്ന്. രണ്ടാമത്തെ പറഞ്ഞാൽ കോംബി 1 എന്ന് പറയും. കോംബി 1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 75% വേവിക്കാനും 25% ഗ്രില്ല് ചെയ്യാനും. അപ്പോൾ അതേ സ്വിച്ച് തന്നെ 2 പ്രാവശ്യം നിൽക്കുക. അപ്പോൾ C1 എന്ന് പറയും. C1 എന്ന് പറഞ്ഞാൽ കോംബി 1 എന്നാണ്. ഇതാണ് വേണ്ടതെങ്കിൽ ഇതെടുക്കുക, C1 എടുക്കുക. അതിന് ശേഷം എത്രയാണോ സമയം വേണ്ട അത്ര സമയം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായോ? ഇനി C2 ആണ് വേണ്ടത്, കോംബി 2. അതായത് ചിലവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് കൂടുതൽ മൊരിച്ചിരിക്കാനായിരിക്കും. അപ്പൊ C2 ആണ് എടുക്കേണ്ടത്. കൂടുതൽ മൊരിച്ച് കുറച്ച് വെന്താ മതി എന്നുണ്ടെങ്കിൽ C2 എടുക്കുക. ഓക്കെ. അതിൽ തന്നെ നിൽക്കി 3 പ്രാവശ്യം നിൽക്കി C2 എടുക്കുക, സമയം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് കോംബി 2 എന്ന് പറയുന്നത്. 3 ഗ്രില്ലുണ്ട്. ഒന്ന് വെളിയിൽ വെച്ച് ചെയ്യുന്നത്,
ബാക്കി 2 അകത്ത് വെച്ച് തന്നെ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ബേക്കിംഗ് ആണ്, കേക്ക് ഉണ്ടാക്കുക. ഇപ്പം ചൂട് കൊടുത്ത് എന്ത് സാധനം റെഡിയാക്കാൻ പറ്റുമോ അതെല്ലാം ഈ കൺവെൻഷൻ മോഡെന്നാണ് പറയുന്നത്. ബേക്കിങ്ങിന് പറയുന്നത് ഓവൻ്റെ അകത്ത് വരുമ്പോൾ കൺവെൻഷൻ എന്നാണ്. കൺവെൻഷനകത്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കേക്കിൻ്റെ ആണ് ആദ്യം പറഞ്ഞു തരുന്നത്. ഓവൻ്റെ അകം ഫുൾ ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക. അതിന് ശേഷം ക്ലോസ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് പ്രീ ഹീറ്റിംഗ് എന്ന് പറയും. പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചാൽ പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവൻ്റെ അകം ചൂടാക്കാൻ വേണ്ടിയാണ്. റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ ആക്കാൻ, റൂമിന്റെ ടെമ്പറേച്ചറിൽ നിന്ന് ഓവനെ ഹൈ ടെമ്പറേച്ചർ ആക്കാൻ പറയുന്ന പേരാണ് പ്രീ ഹീറ്റിംഗ് എന്ന്. മനസ്സിലായോ? പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് പ്രീ ഹീറ്റ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്, ബാർ കൺവെൻഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. പ്രീ ഹീറ്റ് എന്നുള്ള ഓപ്ഷനെ നിൽക്കുമ്പോൾ 110 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ 180 ഡിഗ്രി ആക്കുക പ്രീ ഹീറ്റിങ്ങിന് വേണ്ടി. അതിന് ശേഷം ജസ്റ്റ് സ്റ്റാർട്ട് മാത്രം കൊടുക്കുക. അന്നേരം മേളിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് പ്രീ ഹീറ്റിംഗ്. 30 മിനിറ്റ് ഓവൻ തന്നെയാണ് എടുത്തേക്കുന്നത്. 30 മിനിറ്റ് ഒന്നും ഓടേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയി, ഇപ്പം കട്ട് ഓഫ് ആയി എന്ന് വെച്ചോളുക. കട്ട് ഓഫ് ആയി പോയി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ സെപ്പറേറ്റ് പ്ലേറ്റുകൾ വെളിയിൽ മേടിക്കാൻ കിട്ടും, ഓവൻ്റെ അകത്ത് വെക്കാൻ. ആ പ്ലേറ്റിലേക്ക് ഒഴിച്ച് ഈ കട്ട് ഓഫ് ആവുന്ന സമയത്ത് തന്നെ റെഡിയാക്കി വെക്കണം. വെച്ചതിന് ശേഷം എടുത്ത് അകത്തേക്ക് വെക്കാം. ബാറ്റർ അടുത്തേക്ക് വെക്കുക. അകത്ത് വെച്ചതിന് ശേഷം തൊട്ട് താഴെ മൈക്രോ പ്ലസ് കൺവെൻഷൻ എന്ന് കിടപ്പുണ്ട്. തൊട്ട് താഴെ മൈക്രോ പ്ലസ് കൺവെൻഷനിൽ അന്നേരം നിൽക്കുമ്പോൾ 110 ഡിഗ്രി എന്ന് കാണിക്കും. ഒന്നെങ്കിൽ 140 ഡിഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ 170 ഡിഗ്രി കൊടുക്കുക. വിവിധതരം കേക്കുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ മാറും. 140 അല്ലെങ്കിൽ 170 ഡിഗ്രി കൊടുക്കുക. എത്രയാണോ ടൈം വേണ്ടോ അത്ര ടൈം കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് കേക്കിന്റെ വരുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓഫ് ആയിക്കോളും. പ്രീ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എത്രയാണ് ഇതിന്റെ അകം ചൂടാവുന്നത് അപ്പോൾ ഓഫ് ആയിക്കോളും. തുറന്ന് അന്നേരം തന്നെ എടുത്ത അകത്ത് ബാറ്ററി വെക്കുക. അതിനുശേഷം മൈക്രോ പ്ലസ് കൺവെൻഷനിൽ എത്രയാണ് ടൈം നെക്കി, എത്രയാണ് ടെമ്പറേച്ചർ ഉണ്ട് അത്ര ടെമ്പറേച്ചർ കൊടുക്കുക, സമയം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഓവൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള എല്ലാ സാധനവും. അതായത് A to Z സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈ മെത്തേഡ് 3 ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇൻഡയറക്റ്റ് കുക്കിങ്ങിൻ്റെയാണ്. മനസ്സിലായോ? ഇനി ഡയറക്റ്റ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ. അതായത് നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞ റീഹീറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടാക്കിയ വസ്തു ചൂടാക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു ഏതാണ്. ഒന്നെങ്കിൽ എക്സ്പ്രസ് കുക്ക്, അല്ലെങ്കിൽ സമയം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്താലും മതി. ഇപ്പം ബീവറേജ് അല്ലെ കോഫി അല്ലെങ്കിൽ ടീ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എന്തെന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ എത്രയാണ് ടൈം വേണ്ടതെന്ന് നമുക്കറിയില്ല. അത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് വേണം എന്നുള്ളത് അത് തന്നെ തിരഞ്ഞെടുത്ത് അത് തന്നെ ചെയ്തോളൂ. എന്നാലും ഇവിടെ കോഡാണ്, ഇതിൻ്റെ അത് കോഡുകൾ എഴുതിയിട്ടുണ്ട്. ആ കോഡിനനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. അത് മാനുവൽ ബുക്കില്ലാത്താണ് ഇത്തരം സാധനങ്ങളെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എഴുതിയാക്കുന്നത്. ഓക്കെ, ഇനി 2-3 കാര്യങ്ങളൂടെ ഉണ്ട് ഈ മേളിലേക്ക് എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്റ്റീം ബൈ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഓവൻ്റെ അകം ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് സ്റ്റീം ബൈ ക്ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മാവ് പുളിപ്പിക്കുക. നമ്മളിപ്പോൾ അടുപ്പ് വെച്ച് മാവ് പുളിപ്പിക്കുന്നില്ല, അങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് മാവ് പുളിപ്പിക്കാൻ വേണ്ടിയാണ് ഡിഹൈഡ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതേ ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് കൊടുത്താലും ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ കീപ് വാം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടാക്കിയ വസ്തു നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ചൂട് നിലനിർത്താൻ വേണ്ടിയാണ് കീപ് വാം എന്ന് പറയുന്നത്. നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം എന്നുള്ളത് ചൂടാക്കി എടുക്കുമല്ലേ, അപ്പോൾ ആ ഓപ്ഷൻസ് ഉപകാരം വരുന്നില്ല. പിന്നെ ഉള്ളത് ഈ ഒരു സ്വിച്ചിൻ്റെ ഉപയോഗം ഞാൻ ഫോണിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അതെന്താണെന്ന് പറഞ്ഞുതരാം. അത് മാനുവൽ ബുക്കിൽ ഉണ്ട്, അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതെന്താണെന്നുള്ളത് ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രേ ഉള്ളൂ നോർമലി. പിന്നെ ടൈമർ, ക്ലോക്ക്, അത് ഈ സമയം കാണിക്കുന്നത് മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ ഉള്ള വെയിറ്റ് ഡീഫ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന വസ്തുവിനെ നോർമൽ ടെമ്പറേച്ചറിലാക്കാൻ വേണ്ടി, ഫ്രീസറിനകത്തിരിക്കുന്നതൊക്കെ. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ബാഡ് സ്മെല്ലുകൾ ഓവൻ്റെ അകത്തുനിന്ന് വരും. അത് ചെയ്യാതെ നമുക്ക് നോർമലി വെച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ചെയ്യാൻ പറ്റും,
ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഇതാണ് സംഭവം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു.